ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എനർജി ലെവൽസ് ഇൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദി എഫക്റ്റ് ഓഫ് ന്യൂക്ലിയർ മോഷൻ എന്നുള്ളതാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസിനെ കുറിച്ച് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അതിൽ കൂടി ഒന്നും കൂടി കടന്നു പോകണം ആ സെക്ഷനിൽ കൂടി. ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ നമുക്കറിയാം, അതിൽ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോണിന് പല ഓർബിറ്റിൽ കൂടി മൂവ് ചെയ്യാം ബോറിൻ്റെ ആറ്റം മാതൃക അനുസരിച്ച്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ഈസ് ഈക്വൽ ടു -E² ഡിവൈഡഡ് ബൈ 8πε0r, where r is the radius of the orbit in which the electron is revolving around the nucleus. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ എനർജി കാണാൻ വേണ്ടി ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എടുത്തു, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ആറ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മളെടുത്തു. അത് തമ്മിലുള്ള സം എടുക്കുമ്പോഴാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. ബട്ട് വി നോ ദാറ്റ് ദ റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. റേഡിയസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ഓർബിറ്റൽ റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ എനർജിയിൽ വ്യത്യാസം വരാം. So the condition for a stable orbit as per the Bohr's atom model is mvr is equal to nh cross. h cross എന്ന് പറഞ്ഞാൽ h/2π. ഇതാണല്ലോ ആംഗുലർ മൊമെൻറ്റം ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h cross എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് the speed of the electron in a particular orbit is given by r is equal to n h/2π. h cross എന്നുള്ള h/2π എന്ന് എഴുതി ഈ mvനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി you will get n into h/2π into mv divided by mv. So this is the expression for the radius of the electron in a particular orbit. Here we know that n is equal to 1, 2, 3, 4, etc. But when the electron is in the first orbit, it will come radius of the orbit becomes h/2π mv. When the electron is in the second orbit, it is 2h/2π mv, etc. Now we know that the velocity of the electron in the hydrogen atom is given by v equal to E/4πε0 mr. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യണമെങ്കിൽ it needs a centripetal force, a force towards the center. The centripetal force is provided by the electrostatic force of attraction between the electron and the nucleus. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r ആയിരിക്കും. mv²/r എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ മാസിൻ്റെയും വെലോസിറ്റിൻ്റെയും റേഡിയസ് ഓഫ് ദി ഓർബിറ്റിൻ്റെയും ഉപയോഗിച്ചുള്ള എക്സ്പ്രഷനാണ്. അപ്പം mv²/r, that is the centripetal force required for the electron to move around a circular orbit of radius r with a velocity v is given by the electrostatic force of attraction 1/4πε0 E²/r². ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇലക്ട്രോൺ വെലോസിറ്റി, ദ സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ എന്നുള്ളത്, ഈ വി എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് ഈ റേഡിയസ് ഓഫ് ദി ഇലക്ട്രോണിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദെൻ വി വിൽ ഗെറ്റ് ദ ഓർബിറ്റൽ റേഡിയസ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ബോർ ആറ്റം Rn is equal to n²h² ഡിവൈഡഡ് ബൈ πm e² എന്ന് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ n is equal to 1, 2, 3, 4, etc. സോ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓർബിറ്റിലായിരിക്കുമ്പോഴും രണ്ടാമത്തെ ഓർബിറ്റിലായിരിക്കുമ്പോഴൊക്കെയുള്ള റേഡിയസ് നമുക്ക് ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഈ റേഡിയസ് മാറുന്നതിനനുസരിച്ച് ഈ ടോട്ടൽ എനർജി ഓഫ് ദി ആറ്റം ചേഞ്ച് ചെയ്യും. So total energy of the hydrogen atom is equal to -E² divided by 8πε0 r, but r is equal to n²h² divided by πm e². n is equal to 1, 2, 3, 4, etc. അപ്പോൾ ഇലക്ട്രോൺ nth ഓർബിറ്റിലാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിനെ നമുക്ക് En എന്ന് വിളിക്കാം. എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം when the electron is in the nth orbit, that is En is equal to -E² divided by 8πε0 rn. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എനർജി of the hydrogen atom when in a particular orbit, nth orbit, is given by
minus m e raised to 4 divided by 8 epsilon 0 squared h squared into 1 by n squared. ഈ ക്വാണ്ടിറ്റി ഇത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പ്രഷനാണിത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുക മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർഡ് എച്ച് സ്ക്വയർഡ് എന്നുള്ള ഈ ക്വാണ്ടിറ്റീനെ നമ്മൾ E1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. We can represent it as E1 by n squared. So energy of the hydrogen atom when the electron is in the nth orbit is equal to E1 divided by n squared, where n is equal to 1, 2, 3, 4, etc. ഈ ക്വാണ്ടിറ്റി എന്താണ്? E1 is equal to minus m e raised to 4 divided by 8 epsilon 0 squared h squared എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നോക്കാം. Minus m e raised to 4 divided by 8 epsilon 0 squared h squared, that is equal to E1, that is equal to minus 2.18 into 10 raised to minus 18 joules. ഇത്രയും ജൂൾസ് എന്നുള്ളതാണ് നമുക്കിവിടെ E1ൻ്റെ വാല്യൂ കിട്ടുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഈ ജൂൾസിലുള്ള എനർജീനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഈ ജൂൾസിലുള്ള വാല്യൂവിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക? 1.6021 ഇൻറ്റു 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Then we will get the energy of the electron in electron volt. That is equal to minus 13.6 electron volt എന്ന് കിട്ടും. അതായത് En is equal to minus 13.6 by n squared electron volt എന്നുള്ളതാണ് എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ ഓർബിറ്റിലാകുമ്പോൾ എനർജി മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്, രണ്ടാമത്തേലാകുമ്പോൾ മൈനസ് 13.6 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർഡ്, അതായത് 4, അതായത് മൈനസ് 13.6 by 4 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ എനർജീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത്. ഈ നെഗറ്റീവ് വാല്യൂവിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. The negative sign of energy means that the energy of the electron in the atom is lower than the energy of a free electron at rest. റസ്റ്റിലുള്ള ഒരു ഫ്രീ ഇലക്ട്രോണിനേക്കാളും കുറഞ്ഞ എനർജിയാണ്. റസ്റ്റിലുള്ള ഒരു ഫ്രീ ഇലക്ട്രോണിൻ്റെ എനർജി 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ എനർജി ആയിരിക്കും ഒരു ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി. എ ഫ്രീ ഇലക്ട്രോൺ അറ്റ് റെസ്റ്റ് ഈസ് ആൻ ഇലക്ട്രോൺ ദാറ്റ് ഈസ് അറ്റ് എ സഫീഷ്യൻ്റ്ലി ഫാർ അവേ distance from the nucleus and its energy is assumed to be 0. The negative sign also indicates that the electron is bound to the nucleus. ഇലക്ട്രോൺ ന്യൂക്ലിയസിനോട് ബൗണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നെഗറ്റീവ് എനർജി കാണിക്കുന്നത്. ഇലക്ട്രോൺ കനോട്ട് എസ്കേപ്പ് ഫ്രം ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഓഫ് ദി ന്യൂക്ലിയസ് വിതൗട്ട് ഗിവിങ് സം എനർജി. അവിടുന്ന് എത്ര എനർജി കൊടുത്തിട്ടാണോ പുറത്തേക്കാവുക ആ എനർജി, ആ കൊടുക്കേണ്ടതായിട്ടുള്ള എനർജിയാണ് അതവിടെ നമ്മൾ ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഹാവിങ് ഡെഫിഷ്യൻസി ഓഫ് ദിസ് മച്ച് എനർജി ടു എസ്കേപ്പ് ഫ്രം ടു ബിക്കേം ഫ്രീ ഫ്രം ദാറ്റ് ബൗണ്ട് സ്റ്റേറ്റ്, ഫ്രം ദാറ്റ് ബൗണ്ട് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഇറ്റ് ഇസ് എ ബൗണ്ട് സിസ്റ്റം. രണ്ടും കൂടി ഒന്നിൽ നിന്ന് മറ്റതും നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റി അല്ല എന്നാണ് ഇവിടെ നെഗറ്റീവ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ n=1 എന്നുള്ള സ്റ്റേറ്റിലാവുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ജൂൾസിലുള്ള എനർജി minus 21.76 into 10 raised to minus 19 joules. That is minus 13.6 electron volt. n=2 ആവുമ്പോൾ that is E1 divided by n squared, അതായത് minus 13.6 divided by 4 എന്ന് കിട്ടും. അപ്പോൾ minus 13.6 by 4, that is minus 3.4 എന്ന് കിട്ടും. മൂന്നാമത്തെ എനർജി ലെവലാകുമ്പോൾ E3, that is E1 by 3 squared, E1 by 9, minus 13.6 by 9 എന്നുള്ളത് minus 1.51. n=4 വരുമ്പോൾ E4, that is equal to E1 divided by 16, minus 0.85. n=5 വരുമ്പോൾ minus E1 by 25, that is minus 13.6 divided by 25, that is minus 0.54 എന്ന് കിട്ടും. അപ്പോൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നോക്കുക, എനർജി ലെവലിൻ്റെ വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ ഇതിന് ഇറ്റ് ഇസ് ദ സൈൻ ഈസ് നെഗറ്റീവ്. അപ്പം -100-നേക്കാളും
വലിയ ക്വാണ്ടിറ്റിയാണ് -1. അപ്പോൾ ആക്ച്വലി നെഗറ്റീവ് ആയതുകൊണ്ട് ഈ എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഒരു കാര്യം നമുക്ക് കാണാവുന്നത്, ഈ ഒന്നാമത്തെ എനർജി ലെവലും രണ്ടാമത്തെ എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടായിരുന്നു. 13.6ഉം 3.4 തമ്മിലുള്ള ഡിഫറൻസ്. 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസോ കുറച്ചും കൂടി കുറഞ്ഞു. 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് പിന്നെയും കുറഞ്ഞു. 4ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് പിന്നെയും കുറഞ്ഞു. അപ്പോൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വന്നു. അപ്പോൾ n = ഇൻഫിനിറ്റിയിലേക്ക് വരുമ്പോൾ എനർജി ലെവൽ തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു ഡിഫറൻസും ഇല്ലാത്ത പോലെ തോന്നും. എനർജി ലെവൽസ് ആർ വെരി ക്ലോസ്. വി വോണ്ട് സീ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനർജി ലെവൽസ് എന്നുള്ള പോലെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആയിട്ട്. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. താഴത്തെ എനർജി ലെവൽ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എനർജി ലെവൽ തമ്മിലുള്ള സെപ്പറേഷൻ കുറഞ്ഞു വന്നു. When n = infinity, the energy level E infinity is equal to 0. The lowest energy level E1, this is the lowest energy level. E1 is called the ground state of the atom. The higher levels E2, E3, E4, E5 etc. are called excited states. Hydrogen atomത്തിന്റെ excited states ആണെന്ന് പറയും. As quantum number n increases, the corresponding energy En approaches 0. ഹയർ വാല്യൂയിലേക്ക് പോകുമ്പോൾ എനർജി വാല്യൂ 0നെ അപ്രോച്ച് ചെയ്യുന്നത്. As n tends to infinity, E infinity is equal to 0. The electron is no longer bound to the nucleus of the atom. n-ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ എനർജി എന്ന് പറയുന്നത് 0 ആകും. അതിൻ്റെ അർത്ഥം എന്താ? The electron is escaped from the atom, hydrogen atom. A positive energy simply means that electron is free and the nucleus electron combination does not constitute an atom. ഒരു ആറ്റത്തിന് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആ ഇലക്ട്രോൺ അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടു പോയി, അതിൻ്റെ ആറ്റം എന്ന് പറയുന്ന എൻറ്റിറ്റി ഇപ്പോൾ ഇല്ല, ഇലക്ട്രോൺ അതിൻ്റെ അകത്തുനിന്ന് ന്യൂക്ലിയസ് ഇലക്ട്രോൺ കോമ്പിനേഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ന്യൂക്ലിയർ ഇലക്ട്രോൺ കോമ്പിനേഷൻ്റെ എനർജി നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു ആറ്റം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉള്ളൂ. അതിൽ കൂടുതൽ എനർജി ആയി കഴിയുമ്പോൾ ഇലക്ട്രോൺ വിൽ എസ്കേപ്പ് ഫ്രം ദി ആറ്റം. സോ ദെൻ ദർ വിൽ ബി എ ന്യൂക്ലിയസ് ആൻഡ് ദർ വിൽ ബി എ സെപ്പറേറ്റ് ആറ്റം, ഫ്രീ സെപ്പറേറ്റ് ഇലക്ട്രോൺ. നൗ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, ഫ്രീ ഇലക്ട്രോൺ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ആറ്റം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ എത്രയാണോ എനർജി കൊടുക്കേണ്ടത്? അപ്പം -13.6 ഇലക്ട്രോൺ വോൾട്ടാണ് ഇവിടെയുള്ള അവസ്ഥയിൽ എനർജി, ഇതിന് ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ എനർജി. ഇലക്ട്രോണിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ 13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുക്കേണ്ടി വരും. ആ എനർജീനെയാണ് ദ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അയോണൈസേഷൻ എനർജി ഓഫ് ആൻ ആറ്റം ഈസ് ദ എനർജി required to remove an electron from the ground state of the atom. Ionization energy of hydrogen atom is plus 13.6 electron volt. The work needed to remove an electron from an atom in its ground state is called the ionization energy. The ionization energy is accordingly equal to -E1. ഒന്നാമത്തെ സ്റ്റേറ്റിൻ്റെ എനർജി എന്താണോ അതിനെ നെഗറ്റീവ് സൈൻ. ഇപ്പോൾ -13.6 നെഗറ്റീവ് എടുക്കുമ്പോൾ +13.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇറ്റ് ഈസ് ദ എനർജി ദാറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു റൈസ് ആൻ ഇലക്ട്രോൺ ഫ്രം ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ആൻ എനർജി ഓഫ് E is equal to 0, where it is free. In the case of hydrogen, the ionization energy is +13.6 electron volt. Okay, clear ആയി എന്ന് വിചാരിക്കുന്നു. And again, these things also we have found. ബോറിൻ്റെ ആറ്റം മോഡൽ അനുസരിച്ച് ഒരു ഇലക്ട്രോൺ ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് അടുത്ത എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ, ഫോൾ ചെയ്യുമ്പോൾ, ലോവർ എനർജി ലെവലിലേക്ക് ഫോൾ ചെയ്യുമ്പോൾ ദ ഡിഫറൻസ് ഇൻ എനർജി വിൽ ബി എമിറ്റഡ് ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇപ്പോൾ ഇവിടെ n = 1, n = 2, n = 3, n = 4, n = 5, n = ഇൻഫിനിറ്റി വരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലൈമൺ സീരീസ് ലൈൻസ് എമിറ്റ് ചെയ്യുന്നത് ഹയർ ഓർബിറ്റിൽ നിന്ന് n = 1 എന്ന് പറയുന്ന ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്. n = 2 നിന്ന് n = 1 ട്രാൻസിഷൻ നടക്കുമ്പോൾ നിൽക്കുന്ന ലൈനാണ് ലൈമൻ ആൽഫ ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി
n=2ൽ നിന്ന് n=2ഉം n=1ഉം തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ഏറ്റവും കുറവ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ എനർജി എമിറ്റ് ചെയ്യുന്നത് ഈ ഓർബിറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഫോളോ ചെയ്യുമ്പോഴാണ്. സോ ദിസ് ട്രാൻസിഷൻ കറസ്പോണ്ട്സ് ടു ദ ലോവസ്റ്റ് എനർജി എമിഷൻ. ലോവസ്റ്റ് എനർജി എമിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എനർജി കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിന് എന്താ സംഭവിക്കുക? എനർജി കൂടുന്നതിനനുസരിച്ച് കുറയും, എനർജി കുറയുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കൂടും. അപ്പം ഇവിടെ ഏറ്റവും കുറഞ്ഞ എനർജിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈമൻ ആൽഫയിലെ ഏറ്റവും കൂടിയ വേവ് ലെങ്ത് കറസ്പോണ്ട്സ് ടു എ ട്രാൻസിഷൻ ഫ്രം n=2 ടു n=1. അങ്ങനെയാണെങ്കിൽ ലൈമൻ ആൽഫയിലെ ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ എനർജി എന്ന് പറഞ്ഞാൽ n=ഇൻഫിനിറ്റിയിൽ നിന്ന് n=1ലേക്കുള്ള ട്രാൻസ്മിഷൻ. ദിസ് ഈസ് കറസ്പോണ്ടിങ് ടു ദ lowest wavelength in the Lyman alpha series. Lowest wavelength, but it is the highest energy. അപ്പോൾ ഓരോ സീരീസിലെയും ലോവസ്റ്റ് വേവ് ലെങ്ത് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ni എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. nfൻ്റെ സ്ഥാനത്ത് ലൈമൻ ആൽഫ ആണെങ്കിൽ 1, ബാൾമർ സീരീസ് ആണെങ്കിൽ ലൈമൺ സീരീസ് ആണെങ്കിൽ 1, ബാൾമർ സീരീസ് ആണെങ്കിൽ 2, എക്സെട്ര. അതുപോലെ തന്നെ ബാൾമർ സീരീസിലെ ഹയസ്റ്റ് വേവ് ലെങ്ത് കറസ്പോണ്ട്സ് ടു എ ട്രാൻസിഷൻ ഫ്രം n=3 ടു n=2 ആൻഡ് ലോവസ്റ്റ് വേവ് ലെങ്ത് കറസ്പോണ്ട്സ് ടു എ ട്രാൻസിഷൻ ഫ്രം n=ഇൻഫിനിറ്റി ടു n=2. പാഷൻ സീരീസിൽ the highest wavelength means smallest energy. Highest wavelength corresponds to a transition from n=4 to n=3 and smallest wavelength corresponds to a transition from n=infinity to n=3. Bracket series. The highest wavelength corresponds to a transition from n=5 to n=4 and the lowest wavelength corresponds to a transition from n=infinity to n=4. Like that. എപ്പോഴും ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പർട്ടിക്കുലർ ലെവലിലേക്കുള്ള ട്രാൻസിഷൻ ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഹയസ്റ്റ് എനർജി ഉള്ള ട്രാൻസിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ന്യൂക്ലിയസ് ഒന്നും ചെയ്യുന്നില്ലേ? ന്യൂക്ലിയസ് നമ്മളിവിടെ ചെയ്തത് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എടുത്തു, ഇലക്ട്രോണിനെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള എനർജി എടുത്തു. ഇതിൻ്റെ റെസ്റ്റ് മാസ് എനർജി ഒന്നും എടുത്തിട്ടില്ല നമ്മൾ, അല്ലേ? അപ്പോൾ നമ്മളതിനെ മെക്കാനിക്കൽ എനർജി മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അത് മതി നമുക്ക്. പക്ഷേ ഈ ന്യൂക്ലിയസ് റെസ്റ്റിലാണോ? ഈ ന്യൂക്ലിയസ് റെസ്റ്റിലാണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള പ്രോബ്ലംസ് ചെയ്തതും ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു ആറ്റത്തിൻ്റെ ചുറ്റും ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ന്യൂക്ലിയസ് റെസ്റ്റിലാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ പിക്ചർ വിചാരിക്കാം. അപ്പോൾ ഇത് സണ്ണാണ്, ഇത് സണ്ണിന് ചുറ്റും ഒരു എർത്ത് ഇങ്ങനെ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കാം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ദിസ് എ 2 ബോഡി പ്രോബ്ലം. 2 ഓബ്ജക്റ്റുകളുണ്ട്. ഈ 2 ഓബ്ജക്റ്റുകളും കറങ്ങുന്നത്, 2 ഓബ്ജക്റ്റും കറങ്ങുന്നുണ്ട്. പക്ഷെ 2 ഓബ്ജക്റ്റും കറങ്ങുന്നത് ആ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. ഇപ്പം നോക്കുക, ഇഫ് ദ എർത്ത് വേർ ദ ഓൺലി സാറ്റലൈറ്റ് ഓഫ് ദ സൺ ആൻഡ് ദ എർത്ത് വേർ മൂവിങ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി സൺ എർത്ത് സിസ്റ്റം, then the sun would also be moving in an elliptical orbit about that same center of mass. ഈ ചിത്രം സർക്കുലർ ആണ് കാണിക്കുന്നതെങ്കിലും എലിപ്റ്റിക്കൽ. ഇപ്പം സണ്ണും എർത്തും മാത്രമേ ഉള്ളതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ ഭൂമി സൂര്യന് ചുറ്റും ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സണ്ണ് റെസ്റ്റിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സണ്ണ് റെസ്റ്റിലാണോ? സണ്ണിൻ്റെയും എർത്തിൻ്റെയും കൂടി ഒരു സെൻറ്റർ ഓഫ് മാസ് നമുക്ക് കാണാൻ പറ്റും. ഈ സൺ എർത്ത് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ടും ഈ സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം. ഹെവിയർ മാസിനോട് ചേർന്നിട്ടായിരിക്കും സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും ഉണ്ടാവുക, അല്ലേ?
The sun is about 333,000 times as massive as the earth. എത്രയാണ് 333,000 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 33 ലക്ഷം മടങ്ങ് മാസീവാണ് ഭൂമിയിനേക്കാളും സൂര്യൻ. ഇപ്പോൾ എർത്തിൻ്റെ സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ, 150 മില്യൺ കിലോമീറ്റർ, 15 കോടി കിലോമീറ്റർ. അപ്പോൾ ഈ സണ്ണിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ റേഡിയസ് തന്നെ 14 ലക്ഷം കിലോമീറ്റർ ഉണ്ട്. സണ്ണിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ സെൻറ്ററിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കുക 250 മൈലേ ഉള്ളൂ, അതായത് 450 കിലോമീറ്റർ. അതായത് സണ്ണിന് ചുറ്റും തന്നെ 14 ലക്ഷം കിലോമീറ്റർ റേഡിയസ് ഉണ്ട്. ആ സെൻറ്ററിൽ നിന്ന് 450 കിലോമീറ്റർ മാറിയിട്ടായിരിക്കും സണ്ണിൻ്റെയും എർത്തിൻ്റെയും കൂടിയിട്ടുള്ള സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സണ്ണ് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ കറങ്ങുക എന്ന് പറഞ്ഞാൽ അത് സ്വയം കറങ്ങുന്നതിന് ഈക്വലൻ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ സെൻറ്ററിൽ നിന്ന് ഒരു 450 കിലോമീറ്റർ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, ചെറിയ വ്യത്യാസമുള്ളൂ. അതായത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിന് സണ്ണും എർത്തും കൂടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ സണ്ണിൻ്റെ മാസും എർത്തിൻ്റെ മാസും എടുത്തിട്ട് ഈ ഒരു ബോഡി മാസീവായിട്ടുള്ള ബോഡി റെസ്റ്റിലാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യാറുണ്ട്. 2 ബോഡി പ്രോബ്ലത്തെ നമ്മളൊരു സിംഗിൾ ബോഡി പ്രോബ്ലമായിട്ട് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഇലക്ട്രോണിൻ്റെ മാസിന് പകരം ന്യൂക്ലിയസിൻ്റെ ഈ ഹെവി ബോഡിയുടെ മാസിനും സ്മോളർ ബോഡിയുടെ മാസിനും പകരം അതിൻ്റെ റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ സിസ്റ്റം നമ്മൾ എടുക്കുന്നു. റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദ സിസ്റ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള എഫക്റ്റാണ് അവിടെ. ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ആ പ്രോബ്ലത്തെ നമ്മളൊരു 2 ബോഡി പ്രോബ്ലത്തെ ഒരു സിംഗിൾ ബോഡി പ്രോബ്ലം ആയിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇവിടെയും ഇലക്ട്രോണിൻ്റെയും ചുറ്റും ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതും ഏകദേശം അതുപോലെയാണ്. ഹൈഡ്രജൻ ആയിട്ടതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഇലക്ട്രോണിനെ അപേക്ഷിച്ച് വളരെ വളരെ ഹെവിയാണ്. അപ്പോൾ ഇലക്ട്രോണിനോട് ചേർന്ന് തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് മാസ്. പക്ഷേ നമ്മൾ ആ ഇലക്ട്രോണിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചെറിയ മോഷനും കൂടി നമ്മൾ കണക്കിലെടുക്കണമെങ്കിൽ നമ്മളവിടെ ഇലക്ട്രോണിൻ്റെ മാസിന് പകരം റെഡ്യൂസ്ഡ് മാസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇതാണ് യഥാർത്ഥത്തിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ സംഭവിക്കുക. ന്യൂക്ലിയസ് ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെ അടിസ്ഥാനമാക്കി പ്രസ് ചെയ്യുന്നത്. ഈ മോഷനും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസിന് പകരം നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ റെഡ്യൂസ്ഡ് മാസാണ് എടുക്കേണ്ടത്. A system of this kind is equivalent to a single particle of mass m dash that revolves around the position of the heavier particle. If m is the mass of the electron and capital M is the mass of the nucleus, then m dash is given by, and m dash നമ്മൾ reduced mass എന്ന് പറയാം, m dash is equal to m into capital M divided by m plus m. രണ്ട് മാസുകൾ m1 m2 ആണെങ്കിൽ റെഡ്യൂസ്ഡ് മാസ് ഈസിക്കലി m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഇത് സ്മോൾ എം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസാണ്, ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാസാണ്. സോ റെഡ്യൂസ്ഡ് മാസ് ഓഫ് ദി സിസ്റ്റം വിൽ ബി ഈക്വൽ ടു m ഡാഷ് ഈസിക്കൽ ടു m ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ m പ്ലസ് m. അപ്പോൾ ഈ എനർജി ലെവലിൻ്റെ ഇക്വേഷനിൽ നമുക്ക് En ഇസ് ഈക്വൽ ടു മൈനസ് m e റേസ് ടു 4 ഡിവൈഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർഡ് h സ്ക്വയർഡിന് പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് m ഡാഷ് e റേസ് ടു 4 ഡിവൈഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർഡ് h സ്ക്വയർഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇൻറ്റു 1 ബൈ n സ്ക്വയർഡ്. So energy levels corrected for the nuclear motion En dash is equal to minus m dash e raised to 4 divided by 8 epsilon 0 squared h squared into 1 by n squared. That is equal to. ഇതിന് മുകളിലും താഴെയും നമ്മളൊരു m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ m dash divided by m എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ളത് മൈനസ് m e raised to 4 divided by 8 epsilon 0 squared h squared. മൈനസ് m e raised to 4 8 epsilon 0 squared h squared എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് E1 എന്ന് എഴുതാം. സോ എനർജി ലെവൽ En dash എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, m dash by m ഇൻറ്റു E1 by n സ്ക്വയർഡ് എന്ന് എഴുതാം. where m dash is the reduced mass of the system. അപ്പോൾ ഈ റെഡ്യൂസ്ഡ് മാസം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എനർജി ലെവലിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുക?
എങ്ങനെയാണ് എനർജി ലെവലിനെ അത് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും എനർജി ലെവലിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത എനർജി ലെവൽ എന്താണോ ആ എനർജി ലെവലിനെ നമ്മളൊരു എം ഡാഷ് റെഡ്യൂസ്ഡ് മാസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് യഥാർത്ഥ എനർജി ലെവലിൽ നിന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ഇങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. എനർജി ലെവൽസ് കറക്റ്റഡ് ഫോർ ദ ന്യൂക്ലിയർ ഇലക്ട്രോൺ ഇ എൻ ഡാഷ് ഈസ് ഈക്വൽ ടു എം ഡാഷ് ഡിവൈഡ് ബൈ ഇൻറ്റു E1 ബൈ എൻ സ്ക്വയർ നമ്മൾ കണ്ടു. ഓവിങ് ടു ദ മോഷൻ ഓഫ് ദി ന്യൂക്ലിയസ് ഓൾ ദ എനർജി ലെവൽസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ആർ ചേഞ്ച്ഡ് ബൈ എ ഫ്രാക്ഷൻ. എം ഡാഷ് ബൈ എമ്മിൻ്റെ വാല്യൂ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദി പ്രോട്ടോൺ ആണ്. നമ്മൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എം ഡാഷ് ബൈ എം ഈസ് 0.99945 എന്ന് കിട്ടും. അപ്പം ഇ എൻ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ എന്നിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവിനേക്കാളും കുറച്ച് കുറവായിരിക്കും. ബിക്കോസ് എം ഡാഷ് ബൈ എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. പക്ഷേ ഇത് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് this energy level will be a little higher. This represents an increase of 0.055% because the energies En being smaller in absolute value are therefore less negative. En ഡാഷിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് എന്ന് പറയുന്നത് കുറയുക ചെയ്യുന്നത്, പക്ഷേ അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ വാല്യൂ എനർജി വാല്യൂ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ എനർജി വാല്യൂവും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓരോ എനർജി വാല്യൂവും ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുക? 0.055% ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ന്യൂക്ലിയർ മോഷനും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത വാല്യൂ 1.0973731 into 10⁻⁷ meter raised to -1 ആണ്. The correction lowers it to 1.0967758 into 10⁻⁷ meter raised to -1 ഈ വാല്യൂയിലേക്ക് വരും. അപ്പോൾ ഇത് ഏകദേശം തേർഡ് ഡിജിറ്റിൽ തൊട്ടാണ്, തേർഡ് ഡെസിമൽ പ്ലേസ് തൊട്ടിട്ടാണ് ചേഞ്ച് ഉള്ളത്. 0.1 അത്ര തന്നെ ചേഞ്ച് ഇല്ല, അതിലും കുറവേ ഉള്ളൂ. വളരെ ചെറിയൊരു വ്യത്യാസം റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് വാല്യൂയിലുണ്ടാവും. അപ്പോൾ ന്യൂക്ലിയർ മോഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വൽ ന്യൂക്ലിയർ മോഷൻ കൺസിഡർ ചെയ്യാതുള്ള കാൽക്കുലേഷനേക്കാളും ചെറിയൊരു അളവ് ഓരോ എനർജി ലെവലും ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പല ഐസോട്ടോപ്പുകൾ നമുക്ക് അറിയാം. ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്. ഡ്യൂട്ടീരിയത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണുള്ളത്. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമാണുള്ളത്. ഇലക്ട്രോൺ അതിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രീഷ്യം വേറെ ഐസോട്ടോപ്പാണ്, 2 ന്യൂട്രോൺസും കൂടി അതിൻ്റെ അകത്തുണ്ട്. 1H3 ആണ് അല്ലേ, 3 മാസ് നമ്പർ ഇതിൻ്റെ. 2 ന്യൂട്രോൺ കൂടിയുണ്ട്, ഒരു ഇലക്ട്രോൺ അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് ട്രീഷ്യം. ഇതൊക്കെ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ന്യൂക്ലിയർ മോഷൻ്റെ കൂടി കണക്കിലെടുക്കുമ്പോൾ, ഹൈഡ്രജൻ്റെ ന്യൂക്ലിയർ മോഷൻ കൂടി കണക്കിലെടുക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലുള്ള ഓരോ 6000 ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാലും 6000 ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ആറ്റം ഒരു ഡ്യൂട്ടീരിയം ആറ്റത്തിൻ്റെ ആയിരിക്കും. ട്രീഷ്യം വളരെ വളരെ റെയറാണ്. അപ്പോൾ ഡ്യൂട്ടീരിയം അത്യാവശ്യം അബണ്ടൻ്റ് ആണ്. നമ്മുടെ കടലിലെ വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഡ്യൂട്ടീരിയം അത്യാവശ്യമുണ്ട്. ഓരോ 6000 ഹൈഡ്രജനും ഒരു ഡ്യൂട്ടീരിയം ഉണ്ടാവും. അപ്പം ഓരോ 6000 വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു മോളിക്യൂൾ ഹെവി വാട്ടർ ആയിരിക്കും, D2O ആയിരിക്കും. H2Oക്ക് പകരം D2O ആയിരിക്കും. ഓക്കെ, D2 ആണ് ഡ്യൂട്ടീരിയത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, D കൊണ്ടാണെങ്കിൽ D2O ആയിരിക്കും. അപ്പം ഈ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന എലമെൻറ്റിൽ എനർജി ന്യൂക്ലിയസിൻ്റെ മാസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ എനർജി ലെവലിൽ എങ്ങനെ വ്യത്യാസം ഉണ്ടാവും? ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണല്ലോ ഡ്യൂട്ടീരിയം. ദ റെഡ്യൂസ്ഡ് മാസ് ആൻഡ് ദ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഡ്യൂട്ടീരിയം. ഇപ്പോൾ ഡ്യൂട്ടീരിയത്തിൻ്റെ കേസിൽ നമ്മൾ ന്യൂക്ലിയസിൻ്റെ മാസ് എടുക്കുമ്പോൾ, ക്യാപിറ്റൽ എം എടുക്കുമ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ മാസ് എടുത്താൽ പോരാ, പ്രോട്ടോണിൻ്റെ മാസ് ന്യൂട്രോണിൻ്റെ മാസും കൂടി എടുക്കണം. അപ്പോൾ അതിൻ്റെ റെഡ്യൂസ്ഡ് മാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
9.1069 ഇൻറ്റു 10⁻31 കിലോഗ്രാം എന്നാണ് കിട്ടുക. അപ്പോൾ M'/Mൻ്റെ വാല്യൂ ഡ്യൂട്ടീരിയത്തിൻ്റെ കേസിൽ കിട്ടുന്നത് 0.99973 എന്നാണ് കിട്ടുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അത് നമുക്ക് നേരത്തെ കിട്ടിയത് 0.99945 എന്നുള്ളതായിരുന്നു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒന്നാമത്തെ എനർജി ലെവൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് ചെറിയ ഒരു 4 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. -13.5923 ഇലക്ട്രോൺ വോൾട്ട് 13.6 പകരം. രണ്ടാമത്തെ എനർജി ലെവൽ -3.4 പകരം -3.3981 ഇലക്ട്രോൺ വോൾട്ട്. E3 എന്ന് പറയുന്നത് 1.51 പകരം -1.5092 ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവലിൽ ഇൻക്രീസ് ഉണ്ടാവുക. അതേസമയം ഡ്യൂട്ടീരിയത്തിൻ്റെ എനർജി ലെവൽ E1 എന്ന് പറയുന്നത് 0.99973 ഇൻറ്റു -13.6 ഇലക്ട്രോൺ -13.5963 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ 5923 ഇലക്ട്രോൺ വോൾട്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ, ഇവിടെ 5963 ഇലക്ട്രോൺ വോൾട്ട്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവലിനേക്കാളും കുറച്ച് മുകളിലായിരിക്കും ന്യൂമറിക്കൽ വാല്യൂ എന്താ ചെയ്യുന്നത്, അവിടെ കൂടുക ചെയ്യുന്നത് അല്ലേ. ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ കുറയുക ചെയ്യുന്നത്. ന്യൂമറിക്കൽ വാല്യൂ കുറയുമ്പോൾ നമ്മൾ ആ എനർജി ലെവൽ കുറച്ചും കൂടി മുകളിലായിരിക്കും. ഇപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവലായിരിക്കും കുറച്ച് മുകളിൽ, ഇതിൻ്റെ കുറച്ച് താഴെയായിട്ടായിരിക്കും ഇതിൻ്റെ ഡ്യൂട്ടീരിയത്തിൻ്റെ എനർജി ലെവൽ വരിക. അപ്പോൾ ഇതുപോലെ തന്നെ E2 എന്ന് പറയുന്നത് -3.3991 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ നോക്കി -3.3981 ഇലക്ട്രോൺ വോൾട്ട്. ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവിനേക്കാളും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ E2ൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂട്ടീരിയത്തിൻ്റെ E2ൻ്റെ ന്യൂമറിക്കൽ വാല്യൂവിനേക്കാളും കുറവാണ്. അപ്പോൾ അതായത് എനർജി ലെവൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും, ബിക്കോസ് സൈൻ ഈസ് നെഗറ്റീവ്. ഇപ്പോൾ ഈ ഓരോ കേസിലും നമുക്ക് അങ്ങനെ കാണാം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡ്യൂട്ടീരിയത്തിൻ്റെ എനർജി ലെവൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവലിനേക്കാളും കുറച്ച് താഴെ, ചെറിയൊരു ഡിഫറൻസ് താഴെയായിട്ടായിരിക്കും വരിക. നമുക്ക് ഈ ഡ്യൂട്ടീരിയത്തിലെയും ഹൈഡ്രജൻ ആറ്റത്തിലെയും എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കി നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിലെ ബാൾമർ ലൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എനർജി ലെവലിലേക്കുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് H ലൈൻസ്, ബാൾമർ സീരീസ് ലൈൻസ്. ആ ബാൾമർ സീരീസ് ലൈൻസിലെ H ലൈൻ എന്തായിരിക്കും? ഹൈഡ്രജൻ ആറ്റത്തിലെ മൂന്നാമത്തെ എനർജി ലെവലിൽ നിന്ന് രണ്ടാമത്തെ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈനാണ് ബാൾമർ H ലൈൻ. അതായത് E3 - E2. ഇവിടെ E3 - E2ൻ്റെ വാല്യൂ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1.8889 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുക. ദാറ്റ് കറസ്പോണ്ട്സ് ടു 656.3 നാനോമീറ്റർ ഏകദേശം. ഈ വാല്യൂവിൽ അപ്രോക്സിമേഷനിലും കൊണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് 656.3 നാനോമീറ്ററാണ്. അപ്പോൾ നിങ്ങൾ ഈ എനർജി Hν ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂ, ഈ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ഇടുക, ഇലക്ട്രോൺ വോൾട്ട് ജൂൾസിലേക്ക് ആക്കുക. Hൻ്റെ വാല്യൂ ന്യൂ എന്നുള്ളത് C/λ കൊടുക്കാം. സിയുടെ വാല്യൂക്ക് എക്സാക്റ്റ് വാല്യൂ കൊടുക്കണം. 3 × 10⁸ എന്ന് സിയുടെ വാല്യൂ കൊടുക്കരുത്, 2.99 എക്സാക്റ്റ് വാല്യൂ ഇല്ലേ അത് കൊടുക്കണം. Hൻ്റെ വാല്യൂ 6.626 നിർത്തരുത്, അതിൻ്റെ ശേഷമുള്ള വാല്യൂ കൂടെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ എക്സാക്റ്റ് ആയിട്ടുള്ള ഈ വാല്യൂ കിട്ടുക, 656.3 നാനോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ H ലൈൻ, ബാൾമർ സീരീസിലെ H ലൈൻ എന്ന് പറയുന്നത് 656.3 നാനോമീറ്റർ വരിക. ഇനി ഡ്യൂട്ടീരിയത്തിലെ E3, E2 തമ്മിലുള്ള എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് കിട്ടുന്നത് 1.8895 ഇലക്ട്രോൺ വോൾട്ടാണ്. ആ ഡിഫറൻസ് ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിലെ കേസിൽ 1.8889, ഡ്യൂട്ടീരിയത്തിലെ 1.8895 ഇലക്ട്രോൺ വോൾട്ട്. എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം ഉണ്ട് ഇവിടെ. അപ്പോൾ ഡ്യൂട്ടീരിയം ആറ്റാണെങ്കിൽ അതിലെ ബാൾമർ H ലൈനിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 656.1 നാനോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെയും
ഒരു ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ എക്സൈറ്റ് ചെയ്തിട്ട് ബാൾമർ ലൈൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, വിസിബിൾ റീജിയനിലെ ലൈൻസ് നോക്കുകയാണെങ്കിൽ 656.3 നാനോമീറ്ററിലും കാണും, 656.1 നാനോമീറ്ററിലും കാണും. കാരണം എന്താ വെച്ചാൽ ഓരോ 6000 ഹൈഡ്രജൻ ആയിട്ട് എടുക്കുമ്പോഴേക്കും അതിൽ ഒരെണ്ണം ഡ്യൂട്ടീരിയം ഉണ്ടാവും. അതായത് 656.3 നാനോമീറ്റർ ലൈനായിരിക്കും കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കൂടുതൽ ഹൈഡ്രജൻ ആയിട്ട് ഉള്ളതുകൊണ്ട്, എന്നാലും കുറഞ്ഞ ഇൻറ്റൻസിറ്റിയോട് കൂടി 656.1 നാനോമീറ്റർ ലൈനും കാണും. ഇതാണ് ഒരു കൺഫ്യൂഷനായിരുന്നു, എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളൊരു സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഐസോട്ടോപ്പിനെ കണ്ടെത്തിയതും കൂടി. ഈ സ്പെക്ട്രോസ്കോപ്പിക് ഹൈഡ്രജൻ്റെ ബാൾമർ സീരീസ് ലൈൻസ് അനലൈസ് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് ഡ്യൂട്ടീരിയത്തിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്ത് ഹൈഡ്രജൻ ഇങ്ങനെ ഒരു ഐസോട്ടോപ്പ് ഉണ്ടാകാം എന്ന് കണ്ടുപിടിച്ചത്. ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ the wavelength of all deuterium spectroscopic lines are shorter than the corresponding lines of hydrogen by a factor of 1.000272. ഈ എച്ച് ആൽഫ ലൈനിനെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബാൾമർ സീരീസിലെ എച്ച് ആൽഫ ലൈനിനെ നമ്മൾ 1.000272 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂട്ടീരിയത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ആൽഫ ലൈൻ കിട്ടും. അപ്പോൾ ഓരോ ലൈനും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂട്ടീരിയത്തിൻ്റെ എച്ച് ആൽഫ ലൈൻ കിട്ടും. അപ്പോൾ ഇതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓരോ ലൈനിൽ നിന്ന് നമുക്ക് ഡ്യൂട്ടീരിയത്തിൻ്റെ ലൈനുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. The notion of reduced mass played an important part in the discovery of deuterium. A variety of hydrogen whose atomic mass is almost exactly double that of ordinary hydrogen because its nucleus contains a neutron as well as a proton. Deuterium എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോണും പ്രോട്ടോണും. About one hydrogen atom in 6,000 is a deuterium atom. Because of the greater nuclear mass, the spectral lines of deuterium are all shifted slightly to wavelength shorter than the corresponding ones of ordinary hydrogen. Thus, the H alpha line of deuterium, which arises from a transition from n is equal to 3 to n is equal to 2 energy level, occurs at a wavelength of 656.1 nanometer. ഡ്യൂട്ടീരിയത്തിൻ്റെ കേസിൽ n is equal to 3 നിന്ന് n is equal to 2 ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 656.1 നാനോമീറ്റർ ആണ്. അതേസമയം whereas the H alpha line of hydrogen occurs at 656.3 nanometer. This difference in wavelength was responsible for the identification of deuterium in 1932. ഈ സ്പെക്ട്രൽ ലൈൻ അനാലിസിസിൽ നിന്നാണ് ഡ്യൂട്ടീരിയത്തിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നത് ബൈ ദ അമേരിക്കൻ കെമിസ്റ്റ് ഹറോൾഡ് യുറേ. അങ്ങനെയാണ് ഡ്യൂട്ടീരിയം ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ മോഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ മോഷനും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ എനർജി ലെവൽസിൽ എന്തെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുകൊണ്ടുള്ള ഒരു ഡ്യൂട്ടീരിയം നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി. ഓരോ എനർജി ലെവലും ചെറിയ തോതിൽ ഇൻക്രീസ് ചെയ്യും. അത് ഡ്യൂട്ടീരിയത്തിൻ്റെ കേസിൽ ഇൻക്രീസ് ചെയ്യും, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇൻക്രീസ് ചെയ്യും. ഓരോ എലമെൻറ്റിലും ഓരോ വിധത്തിലാണ് ഉണ്ടാകുന്നത്. അതനുസരിച്ച് ആ എലമെൻറ്റുകളുടെ ഐസോട്ടോപ്പ് കണ്ടുപിടിക്കാൻ ഐസോട്ടോപ്പുകൾ ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും കൂടി നമുക്ക് ഇത് ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്.